പറയാനില്ല, കാരണം കൺക്ലൂഷൻ ചാപ്റ്ററിന്റെ ഈ ഒരു സ്കന്ധത്തിന്റെ തന്നെ കൺക്ലൂഷൻ ആണ് ഇവിടെ വരുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒരു സ്കന്ധം തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവസാനത്തെ ശ്ലോകങ്ങൾ 49, 50, 51. അതില് ആദ്യത്തെ 49, 50 എന്ന് പറയുമ്പോൾ ശൗനക ഋഷി പറയുന്നു. പിന്നീട് അടുത്ത ശ്ലോകം സൂത ഗോസ്വാമി പറയുന്നു. അപ്പോ ശൗനക ഋഷി പറയുന്നത് എന്താണ്? ആധ്യാത്മിക കാര്യങ്ങളുടെ മേൽ സംവാദം ചെയ്ത വിതുരർക്കും മൈത്രേയനും മധ്യേ. അത് ഏത് കാൻഡോ ആണ്? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു. മൂന്നാമത്തെ കാൻഡോയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. വിതുര മൈത്രേയ സംവാദം വരുന്നത്. ഏതൊക്കെ വിഷയങ്ങളെ കുറിച്ചാണ് സംസാരിച്ചതെന്നും വിതുരർ ആരാഞ്ഞത് എന്തൊക്കെയാണെന്നും അതിന് മൈത്രേയൻ നൽകിയ മറുപടികൾ എന്തൊക്കെയാണെന്നും അത് പറഞ്ഞു തരിക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അവിടെ പ്രത്യേകിച്ച് ഞാൻ കണ്ടന്റ് ആയിട്ട് പറഞ്ഞു തരാനായിട്ട് പ്രത്യേകിച്ച് ഭാവാർത്ഥം നോക്കി പറയാനുള്ളതേ ഉള്ളൂ. അല്ലാതെ അത് പറഞ്ഞു തരണമെന്ന് ആരാണ് ആവശ്യപ്പെടുന്നത്? ശൗനക ഋഷി അദ്ദേഹത്തോട് സൂത ഗോസ്വാമിയോട് ആവശ്യപ്പെടുന്നതാണ് ഇവിടെ പറയുന്നത്. പിന്നീട് എന്താണ്? വിതുരർ അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധങ്ങളെയും ബന്ധുമിത്രാദികളെയും ഉപേക്ഷിച്ചതിന് കാരണം എന്താണ്? അപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, കുരുക്ഷേത്ര യുദ്ധത്തിന്റെ സമയത്ത് വിതുരർ ഉണ്ടായിരുന്നില്ല. അതിനു മുന്നേ തന്നെ അദ്ദേഹം കൊട്ടാരം ഉപേക്ഷിച്ചു, ഹസ്തിനപുരം ഉപേക്ഷിച്ച് പോയി. അപ്പൊ അത് നമ്മൾ ഒന്നാമത്തെ കാൻറ്റോയിൽ പഠിച്ചിരുന്നു. അപ്പോ ധൃതരാഷ്ട്രർ കൊട്ടാരം ഉപേക്ഷിക്കുന്നു എന്നുള്ള 13ാമത്തെ അധ്യായം ഒന്നാമത്തെ കാൻറ്റോയിലുണ്ട്. അപ്പൊ അതില് ധൃതരാഷ്ട്രർ പോകുന്നതും പിന്നീട് ഗാന്ധാരിയെയും ധൃതരാഷ്ട്രരെയും കൊണ്ട് ഹിമാലയത്തിന്റെ പാർശ്വങ്ങളിലേക്ക്, അവിടെ ആശ്രമത്തിലേക്ക് പോകുന്നതും, അദ്ദേഹം പോയി കഴിഞ്ഞു യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹം പോയതിൽ ഉത്കണ്ഠിതനാവുകയും അദ്ദേഹത്തെ കാണാനില്ലെന്ന് പറഞ്ഞ് വിലപിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നാരദമുനി ആഗതനാവുകയും അദ്ദേഹം പറയുന്നുണ്ട് 5 ദിവസം കഴിഞ്ഞ് അവർ ധൃതരാഷ്ട്ര മഹാരാജാവ് എന്ത് ചെയ്യും? ഇവരുടെ സംരക്ഷണയിലായിരുന്ന അദ്ദേഹം ധൃതരാഷ്ട്ര രാജാവ് പിന്നീട് ഭഗവാനിൽ വിലയം പ്രാപിക്കും എന്നെല്ലാം അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം അതേ അഗ്നിയിൽ തന്നെ, സ്വയം കൊളുത്തിയ അഗ്നിയിലാണ് അദ്ദേഹം ശരീരം ഉപേക്ഷിക്കുന്നത്. പിന്നീട് അതിൽ തന്നെ ഗാന്ധാരിയും ശരീരം ഉപേക്ഷിക്കുകയും പിന്നീട് വിതുരർ അവിടെ നിന്ന് വീണ്ടും തിരിച്ചു പോവുകയും ചെയ്യും ആ സ്ഥലത്ത് നിന്ന് എന്നുള്ളത് നമ്മൾ 13ാമത്തെ അധ്യായത്തിൽ, ഫസ്റ്റ് കാൻഡോയിൽ 13ാമത്തെ അധ്യായത്തിൽ അതേക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. അത് മറന്നു പോയെങ്കിൽ ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഒന്നുകൂടി ഒന്ന് പറഞ്ഞത്. ഇപ്പൊ വിതുരർ അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധങ്ങളെയും ബന്ധുമിത്രാദികളെയും ഒക്കെ ഉപേക്ഷിച്ച് പോയത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. ദുര്യോധനൻ അദ്ദേഹത്തെ ദാസ്യപുത്രൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്കൊന്നും തന്നെ യാതൊരു മാന്യതയും കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഒന്നും അദ്ദേഹം എല്ലാം കുടുംബ ബന്ധങ്ങളും എല്ലാം ഉപേക്ഷിച്ച്, ശരിക്കും അർത്ഥ സഹോദരൻ അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറയാം അല്ലെ, ദാസിയുടെ പുത്രനാണ്. അപ്പോ അംബികയുടെ അംബാലികയുടെയും പുത്രന്മാരാണ് ധൃതരാഷ്ട്രരും പാണ്ഡുവും. അപ്പോ വ്യാസമുനിയുടേത് തന്നെയായി ജനിക്കുന്ന, ബയോളജിക്കലി അല്ല, ശാരീരിക ബന്ധമില്ല എങ്കിൽ പോലും അങ്ങനെ ദാസിയിൽ ഉണ്ടാകുന്ന പുത്രനാണ് ആര്യ വിതുരർ. അതുപോലെ യമരാജാവിന് മണ്ടൂക്ക മുനിയിൽ നിന്നും ശാപം കിട്ടിയത് കാരണം അദ്ദേഹം ഭൂമിയിൽ വന്ന് ജനിക്കുന്ന ഒരു അദ്ദേഹത്തിന്റെ എന്താ പറയാ അവതാരം, പുനർജന്മം, അങ്ങനെ എന്തെങ്കിലും ശാപം കൊണ്ട് ആ ഒരു അറ്റോൺമെന്റിന് വേണ്ടി, പശ്ചാത്തപ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്, ശാപം അത് തീർക്കാൻ വേണ്ടിയിട്ട് വന്ന് ജനിക്കുന്നതാണ് വിതുരർ എന്ന ഒരു ജന്മം. അപ്പോ ആ സമയത്ത് അതുപോലെ യമരാജാവിന് പകരം അവിടെ ആരായിരുന്നു? അരിയമാവ് എന്ന് പറയുന്ന വ്യക്തിയാണ് അവിടെ ഡെപ്യൂട്ടേഷൻ ഡ്യൂട്ടി ചെയ്തത്, യമരാജാവിന്റെ ഡ്യൂട്ടി ചെയ്തത്. ഇതൊക്കെ നമുക്ക് ഭാഗവതത്തിൽ പലയിടത്തായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇത് ചിതറി കിടക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ചിലത് നമ്മൾ കേൾക്കുമ്പോഴേക്കും ചിലതൊക്കെ നമ്മൾ മറന്നുപോയിരിക്കും അല്ലെ. പല ചാപ്റ്ററിലും പല കാൻറ്റോയിലും ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത്. ഒരു ക്രൊണോളജിക്കൽ ഓർഡറിലല്ല ഭാഗവതത്തിലും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർഡറിലല്ല കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓർത്തു വെച്ചാൽ മാത്രം നമുക്ക് അതൊക്കെയും കണക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നീട് വിതുരർ അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധങ്ങൾ ഉപേക്ഷിച്ചു അല്ലെ, ബന്ധുമിത്രാദികളെ ഉപേക്ഷിച്ചു. അതിന്റെ കാരണം എന്താണ്? പിന്നെ ഭവനത്തിലേക്ക് മടങ്ങി വന്നത് വീണ്ടും അദ്ദേഹം, വിതുരർ ആദ്യം പോയി, ദുര്യോധനന്റെ ഭർസനം കേട്ട് അദ്ദേഹം വഴക്ക് പറയുന്നതൊക്കെ കേട്ട് അത് ഇൻസൾട്ടിങ് ആയിരുന്നു. അദ്ദേഹം പോയി കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്നു, തന്റെ സഹോദരനെ ധൃതരാഷ്ട്രരെ വീണ്ടും ഭഗവാനിലേക്ക് എത്തിക്കുകയായിരുന്നു. ധൃതരാഷ്ട്ര ആരായിരുന്നു, എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ മെന്റാലിറ്റി എന്നൊക്കെ നമുക്ക് ഭഗവത്ഗീതയിൽ നിന്ന് നമ്മൾ കുറെയൊക്കെ പഠിച്ചതാണ്. ദുർബുദ്ധിർ എന്ന് ആണ് അദ്ദേഹം, ദുർബുദ്ധിയായ ധൃതരാഷ്ട്രരുടെ പുത്രൻ എന്നാണ് ദുര്യോധനനെ അവിടെ പറയുന്നത് തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ. അപ്പോൾ ദുർബുദ്ധിയായിരുന്നു അദ്ദേഹത്തിന്, സ്വന്തം മകനെ ആ ഒരു സിംഹാസനത്തിൽ ഏറ്റുക എന്നുള്ളതായിരുന്നു. അദ്ദേഹം സെൽഫിഷ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിയിൽ നിന്നും അദ്ദേഹം, അതുമല്ല കുരുക്ഷേത്ര യുദ്ധം നടക്കാനുള്ള പ്രധാന കാരണവും അദ്ദേഹം തന്നെ ഒരു കാരണം
അപ്പോ അതെല്ലാം കഴിഞ്ഞിട്ടും വീണ്ടും യുധിഷ്ഠിരരുടെയും പാണ്ഡവരുടെയും സംരക്ഷണയിൽ വീണ്ടും പോയി കഴിയുക എന്ന് പറഞ്ഞാല് ഒട്ടുമേ ലവലേശം ലജ്ജയില്ലാത്ത ഒരു മനുഷ്യൻ അല്ലെ. അവരോട് യുദ്ധം എല്ലാം ചെയ്തു, അവർക്കൊന്നും കൊടുത്തില്ല, പക്ഷെ അവരത് നേടിയെടുത്തു കഴിഞ്ഞപ്പോൾ പിന്നും അവരുടെ സംരക്ഷണയിൽ പോയി കഴിയണമെങ്കിൽ ഒട്ടുമേ ഒരു നാണവും ഇല്ലാത്ത ഒരു ആള് തന്നെയായിരുന്നു ധൃതരാഷ്ട്രൻ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹത്തെ അവിടെ നിന്നും രക്ഷിക്കുക, ഭഗവാനിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ധർമ്മം നടത്തുന്നതിന് വേണ്ടിയിട്ട് വിതുരർ വീണ്ടും വരികയാണ് ചെയ്യുന്നത്. അപ്പൊ വീണ്ടും വരാനുള്ള കാരണം എന്തെന്നെല്ലാം ഇവിടെ ആര് ചോദിക്കും? ഇനി സൂത ഗോസ്വാമിയോട് ശൗനകാദി ഋഷികള് ചോദിക്കും എന്നുള്ളതാണ് ഇവിടെ ഇതിൽ പറയുന്നത്. എന്തിനാണ് എന്ന് വിശദമാക്കാനായിട്ട് പറയുന്നുണ്ട്. പിന്നെ കൂടാതെ പുണ്യസ്ഥലങ്ങളിലായിരുന്ന വേളയിൽ വിതുരരുടെ കർമ്മങ്ങൾ, അപ്പൊ അദ്ദേഹം ഹസ്തിനപുരം ഉപേക്ഷിച്ചതിന് ശേഷം എന്തെല്ലാമാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ, വിതുരർ എവിടെയെല്ലാം പോയി, ഏതെല്ലാം പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചു എന്നുള്ളതിനെ കുറിച്ചെല്ലാം വിവരിക്കുന്നത് എവിടെയാണ്? തേർഡ് കാൻഡോയിലാണ്. പിന്നീട് വരാഹ അവതാരത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പിന്നീട് സൂതഗോസ്വാമി എന്ന് പറയുന്ന അടുത്ത ശ്ലോകത്തില് സൂതഗോസ്വാമി ഇപ്രകാരം വിശദീകരിച്ചു: പരീക്ഷിത്ത് മഹാരാജാവിന്റെ അന്വേഷണങ്ങൾക്ക് ഉത്തരമായി മഹാമുനിയാൽ വിശദമാക്കപ്പെട്ട അതേ കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആരാണ് ഇവിടെ മഹാമുനി എന്ന് പറയുന്നത്? ആരെയാണ്? സുഖദേവ ഗോസ്വാമിയാണ്. കാരണം സുഖദേവ ഗോസ്വാമിയാണ് ഗംഗാതീരത്ത് പരീക്ഷിത്ത് മഹാരാജാവിന് ശ്രീമദ് ഭാഗവതം വിവരിച്ചു കൊടുക്കുന്നത്. അത് കേൾക്കാനിരുന്നതാണ് ആര്? സൂത ഗോസ്വാമി. അപ്പൊ അദ്ദേഹം സുഖദേവ ഗോസ്വാമി തന്റെ ഗുരു എന്താണോ അവിടെ പറഞ്ഞു കൊടുത്തത് അതിനെയാണ് പിന്നീട് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ വന്നിട്ട് നൈമിഷാരണ്യത്തിൽ വന്നിട്ട് സൂത ഗോസ്വാമി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതാണ് അദ്ദേഹം പറയുന്നത്, ആ മഹാമുനി പറഞ്ഞതെല്ലാം ആ മഹാമുനി പറഞ്ഞതെല്ലാം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം എന്നാണ് ഇവിടെ സൂത ഗോസ്വാമി ഇവരോട് ശൗനകാദി ഋഷികളോട് പറയുന്നത്. ഇവിടെ ഈശ്വര പരമാകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം, എല്ലാറ്റിലും കരസ്പർശമുള്ള പരമോന്നത ഭഗവാനെ നമുക്ക് ഏവർക്കും അനുസരിക്കാം എന്നാണ് എന്നാണ് ഇവിടെ ഭഗവത് സേവനം, ശുദ്ധ ഭക്തിയുത ഭഗവത് സേവനം ചെയ്തുകൊണ്ട് ഭഗവാനെ അനുസരിച്ചുകൊണ്ട് ഭഗവാന്റെ നിർദ്ദേശങ്ങളും ഭഗവാന്റെ തന്നെ റെപ്രസെന്റേറ്റീവ് പ്രതിനിധികളായ ഗുരുക്കന്മാരുടെ, ഇവിടെ സൂതഗോസ്വാമി എന്താണ് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഗുരു എന്താണോ പറഞ്ഞത് ആ വചനം അതേപടി അദ്ദേഹം പകർന്നു കൊടുക്കുകയാണ്. ഗുരുശിഷ്യ പരമ്പരയിലൂടെ എന്താണോ കിട്ടുന്നത് അതിനെ അതേപടി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ഓരോ റെപ്രസെന്റേറ്റീവിന്റെയും ധർമ്മം എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാം. അപ്പൊ ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി അങ്ങോട്ട് ഉത്തരം പറയുകയാണ്. ഇവിടെ നമുക്ക് സെക്കൻഡ് കാൻഡോ ആദ്യം മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഓവർവ്യൂ എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം തുടക്കമൊക്കെ മറന്നു കാണും. ഫസ്റ്റ് ചാപ്റ്ററിൽ ഭഗവത് സാക്ഷാത്കാരത്തിലേക്കുള്ള ആദ്യപടി എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഭഗവാന്റെ കൃഷ്ണകഥാ കഥനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഖട്ടുംഗ രാജാവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പ്രാണായാമം ത്തെക്കുറിച്ച് മനോനിയന്ത്രണത്തിനുള്ള ഒരു യാന്ത്രികമായ പ്രക്രിയയാണ് അതെന്നുള്ളത് പറഞ്ഞിരുന്നു. അഷ്ടാംഗ യോഗയൊക്കെ അത്രയ്ക്കും ഭഗവാന്റെ ഭക്തൃ സേവനം ചെയ്യുന്നതിനൊപ്പം ഇല്ല എന്നുള്ളത്. പിന്നീട് വിരാട് രൂപത്തിന്റെ വിവരണത്തെ കുറിച്ച് തുടങ്ങുകയാണ്. തുടക്കത്തിലൊക്കെ ഭഗവാന്റെ ഓരോ അവയവങ്ങളെ കുറിച്ചും പറഞ്ഞു ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെ. പിന്നെ രണ്ടാമത്തെ ചാപ്റ്ററിൽ അന്തരംഗസ്ഥനായ ഭഗവാൻ, ഒരു യോഗി എങ്ങനെയാണ് ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കേണ്ടത്, ഭഗവാന്റെ ഓരോ അവയവങ്ങളായിട്ട് ഒരു യോഗി ധ്യാനിക്കുന്നതിനെ കുറിച്ചെല്ലാം പറഞ്ഞു. അതുപോലെ ബദ്ധാത്മാക്കൾ എല്ലാവരും തന്നെ കാമത്താല് അതിനെല്ലാം കാമം ഓരോ തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ അവരെല്ലാവരും അടിപ്പെട്ടിരിക്കുകയാണ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് എന്നുള്ളത് രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. പരമാത്മാവിനെയാണ് യോഗികളെല്ലാം തന്നെ ധ്യാനിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. മൂന്നാമത്തെ അധ്യായത്തിൽ ഭക്തിയുത ഭഗവത് സേവനത്തെ കുറിച്ചും ഹൃദയത്തിനുള്ളിൽ നമുക്ക് ഭഗവാന് ഭക്തിയുത സേവനം ചെയ്തുകൊണ്ട് എങ്ങനെയെല്ലാം പരിവർത്തനം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും പറഞ്ഞു. നാലാമത്തെ അധ്യായത്തിലെ സൃഷ്ടികർമ്മത്തെ കുറിച്ചും ഭഗവാന്റെ സൃഷ്ടികർമ്മം എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നുള്ളത്, പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹത്തിന്റെ കർമ്മങ്ങളെല്ലാം തന്നെ ത്യജിച്ചുകൊണ്ട് പിന്നീട് ഭഗവത് കൃഷ്ണകഥാ ശ്രവണം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. അവിടെ ശ്രവണം, സ്മരണം, കീർത്തനം, ആ ഒരു ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അതേക്കുറിച്ചെല്ലാം അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചെല്ലാം പറഞ്ഞു. അഞ്ചാമത്തെ അധ്യായം എന്ന് പറയുന്നത് സർവ്വകാരണങ്ങളുടെയും കാരണം. അപ്പോ അതില് ബ്രഹ്മജ്യോതിയെ കുറിച്ചും പിന്നീട് സൃഷ്ടിയുടെ അടിസ്ഥാന ഘടകങ്ങൾ 16 മൂലകങ്ങൾ അതേക്കുറിച്ചെല്ലാം പറഞ്ഞു.
സൃഷ്ടി തത്വത്തെക്കുറിച്ചും പിന്നീട് അതുപോലെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു. ഓരോ ഗുണങ്ങളെ കുറിച്ചും ഓരോരോ ശ്ലോകങ്ങളിലായിട്ട് സത്വഗുണം, രജോഗുണം, തമോ ഗുണം അതേക്കുറിച്ചെല്ലാം പറഞ്ഞു. പിന്നീട് നമ്മുടെ അഹംബോധത്തെക്കുറിച്ചും ഓരോ തന്മാത്രകള്, പിന്നെ പഞ്ചഭൂതങ്ങള്, ഓരോന്നിനെ കുറിച്ചും വിശദമായിട്ട് 16 മൂലകങ്ങൾ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് കുറെ കൂടി വിശദമായിട്ട് പറഞ്ഞു. പിന്നീട് ഭഗവാന്റെ വിരാട് രൂപത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ ആ ഒരു ചാപ്റ്ററിൽ തന്നെ വർണ്ണങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര അതേക്കുറിച്ചും നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ ചെറുതായിട്ട് സ്പർശിച്ചു പോയി എന്ന് പറയാൻ പറ്റുള്ളൂ. ധാരാളമായിട്ട് വിശദീകരിച്ചൊന്നും പറഞ്ഞില്ല, എങ്കിലും അതിലെ ശ്ലോകങ്ങളെല്ലാം പറഞ്ഞിരുന്നു. പിന്നീട് പുരുഷ സൂക്ത സ്ഥിരീകരണം എന്നുള്ളതില് പുരുഷനാണ്, ഭഗവാൻ തന്നെയാണ് യഥാർത്ഥ പുരുഷൻ എന്നുള്ളത് പറഞ്ഞു. ഭഗവാനാണ് യഥാർത്ഥ പുരുഷൻ. പിന്നീട് അന്ന് നമ്മള് പുരുഷ സൂക്തം ഒരു പേര് മറന്നുപോയല്ലോ, ആ ഒരു പേര് മറന്നുപോയി. നമ്മള് പുരുഷ സൂക്തം നമ്മൾ അഭിഷേകമൊക്കെ ചെയ്യുന്ന സമയത്ത് ഭഗവാന്റെ ഒരു ഇത് ചെയ്യുമല്ലോ, സഹസ്രശീർഷ സഹസ്രാബ്ദ, അങ്ങനെ ഒരു പുരുഷ സൂക്ത സ്ഥിരീകരണം, പുരുഷ സൂക്തം തന്നെയാണെന്ന് തോന്നുന്നു. അതിന്റെ പേര് ഞാൻ മറന്നുപോയി, ഞാൻ ഓർത്തെടുത്തിട്ട് നാളെ പറഞ്ഞു തരാം. അതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞിരുന്നു. ഈ പുരുഷൻ പുരുഷൻ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ സാക്ഷാത് പുരുഷൻ ഭഗവാൻ തന്നെയാണെന്ന് ആ ഓരോ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ട് പറഞ്ഞു തന്നിരുന്നു. ഓരോ നമ്മൾ ഭാഗവത ശ്ലോകത്തിലും പറഞ്ഞിരിക്കുന്ന പുരുഷൻ ആരാണ്, ആ ഒരു പുരുഷ സൂക്തത്തിൽ പറഞ്ഞിരിക്കുന്ന പുരുഷനും ഒന്ന് തന്നെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അതില് നമ്മള് ത്രിമൂർത്തികളെ കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മളല്ല, ഇതില് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മ, വിഷ്ണു, ശിവജി, അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഗുരുശിഷ്യ പരമ്പരയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇനി 7ാമത്തെ അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക് ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച്, വരാഹാവതാരം, പിന്നെ അതുപോലെ കപില, 4 കുമാരന്മാര്, ധ്രുവകുമാരനെ കുറിച്ച്, പിന്നീട് ഹയഗ്രീവ അവതാരം, ഋഷഭദേവ, മത്സ്യ, കൂർമ്മ, നരസിംഹ, ഇതേക്കുറിച്ചെല്ലാം പറഞ്ഞിരുന്നു. പിന്നെ വാമന, പിന്നെ ഹംസാവതാരം, അത് മന്വന്തരത്തിലെ അവതാരങ്ങള്, അതിൽ ആ ഒരു അധ്യായത്തില് കുറെ അവതാരങ്ങളെ കുറിച്ച്, ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ചും പൂതനയാല് ഭഗവാനെ വധിക്കുന്നത്, അതെല്ലാം അങ്ങനെ കുറെ കാളിയന്റെ വധം, ഇതൊക്കെ കുറെ കാര്യങ്ങൾ അതിൽ പറഞ്ഞിരുന്നു. പിന്നെ കൽക്കിയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു 7ാമത്തെ അധ്യായത്തില്. ഇനി പരീക്ഷിത്ത് മഹാരാജാവിന്റെ അന്വേഷണങ്ങളാണ് 8ാമത്തെ അധ്യായത്തിൽ തുടങ്ങിയത്. അത് നമ്മൾ ഓരോരോ ശ്ലോകങ്ങൾ എന്തൊക്കെയാണ് പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുന്ന ചോദ്യങ്ങളെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. അതിന്റെ ഉത്തരങ്ങളും പറഞ്ഞിരുന്നു. 9ാമത്തെ അധ്യായത്തിൽ പറഞ്ഞപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് ചോദിച്ച ഓരോ ചോദ്യങ്ങളുടെയും ശ്ലോക നമ്പർ ഏതാണെന്നും അതിന്റെ ഉത്തരങ്ങൾ ഏതാണെന്നും എടുത്ത് തന്നെ പറഞ്ഞിരുന്നു. ആരെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടും, ഇല്ലാന്നുണ്ടെങ്കിൽ മറന്നു പോകും. ഇപ്പൊ ചോദിച്ചാൽ ഞാൻ തന്നെ മറന്നു പോയിട്ടുണ്ട്. അത് നോട്ട് എടുത്ത് നോക്കി തന്നെ റെഫർ ചെയ്ത് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ആകെ 10 ചാപ്റ്ററാണുള്ളത്. ഇപ്പൊ നമ്മൾ 10ാമത്തെ അധ്യായത്തിൽ വീണ്ടും 16 പ്രാഥമികമായിട്ടുള്ള ആ ഒരു 16 മൂലകങ്ങളെ കുറിച്ചും അതുപോലെ ഭഗവാന്റെ വിരാട് ആവിഷ്കരണം അതേക്കുറിച്ചും ഓരോരോ അവയവങ്ങളായിട്ട് പറഞ്ഞിരുന്നു, അല്ലെ? ഓരോ അവയവങ്ങൾ എടുത്ത് പറഞ്ഞിരുന്നു. ഓരോ ഇന്ദ്രിയങ്ങളും പറഞ്ഞിരുന്നു. പിന്നെ ഇന്ദ്രിയങ്ങളുടെ കഴിവിനെ കുറിച്ച്, നേത്രം, ചക്ഷു, അല്ലെ, ഓർക്കുന്നുണ്ടോ? കർണം, അതിന്റെ കേൾവി ശക്തി, പിന്നെ ഓരോ ദേവഗണങ്ങള്, അതിന്റെ എല്ലാം നിയന്ത്രക ദേവന്മാരെ ഒക്കെ കുറിച്ച് നമ്മൾ 10ാമത്തെ അധ്യായത്തിലും പറഞ്ഞിരുന്നു. ഇത്രയുമാണ് സെക്കൻഡ് കാൻഡോയിൽ നമ്മൾ പഠിച്ചത്. ഹരേ കൃഷ്ണ പ്രഭു. എന്റെ അഭിപ്രായത്തിൽ ഇന്നൊരു ഏകാദശിയാണ്. ഭഗവത് അനുഗ്രഹത്താൽ ഇന്നിപ്പം എന്തായാലും 51ാമത്തെ ശ്ലോകം കൂടി വായിച്ച് നമുക്ക് നിർത്താനായിട്ട് കഴിഞ്ഞു. പ്രഭു അനുവദിക്കുകയാണെങ്കിൽ 3ാമത്തെ കാൻഡോയില് 1ാമത്തെ ശ്ലോകം ജസ്റ്റ് തുടങ്ങി വെക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ ആണെങ്കിൽ മാത്രം പ്രഭു പറഞ്ഞാൽ മതി. ഒരു 5 മിനിറ്റ് പോലും എടുക്കില്ല. അത് തുടങ്ങാം മാതാജി. കൃഷ്ണ. അപ്പോൾ തേർഡ് കാൻഡോ ആരുടെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് വായിക്കാം. 1ാമത്തെ ശ്ലോകം വിവർത്തനം മാത്രമേ ഉള്ളൂ, തുടങ്ങി വെക്കാൻ വേണ്ടി മാത്രം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോട്ടെ. മാതാജി വായിക്കാം. തൃതീയ സ്കന്ധം, അധ്യായം 1. വിദൂരന്റെ ചോദ്യങ്ങൾ. ശ്രീ ശുഗോവാച ഏവമേതത് പുരാ പൃഷ്ടോ മൈത്രേയോ ഭഗവാൻ കില ശത്രാവനം പ്രവിഷ്ടേന ത്വക്താസോ ഗൃഹമൃദ്ധിമത്. ശ്രീ ശുഗോവാച ഏവമേതത് പുരാ പൃഷ്ടോ മൈത്രേയോ ഭഗവാൻ കില ശത്രാവനം പ്രവിഷ്ടേന
त्वक्तासो गृहमृद्धिमत् श्रीभगवानुवाच एवमेतत् पुरा पृष्टो मैत्रेयो भगवान् किल क्षत्रावनं प्रविष्टेन त्वक्तासो ഗൃഹമൃദ്ധിമത്. ശ്രീ ശുക ഉവാച. ശ്രീ ശുകദേവസ്വാമി പറഞ്ഞു, ഏവം അങ്ങനെ, ഏതത് ഈ, പുരാതനമായ പൃഷ്ട പ്രസ്താവിക്കപ്പെട്ട മൈത്രേയ മഹാമുനി ഭഗവാൻ പൂജ്യനായ കില നിശ്ചയമായും ക്ഷത്ര വിദൂരനാൽ വനം പ്രവിഷ്ടേന പ്രവേശിക്കുക, ത്വക്ത്വ ത്യജിക്കുക, സ്വഗൃഹം സ്വന്തം ഭവനം, കൃതിമത് സമ്പൽ സമൃദ്ധമായ വിവർത്തനം. ശ്രീല പ്രഭുപാദർക്കീജ്. ശുകദേവ ഗോസ്വാമി പറഞ്ഞു, ഭക്തോത്തമനായ രാജാവ് വിദൂരൻ സമ്പൽ സമൃദ്ധമായ സ്വന്തം ഗൃഹം ഉപേക്ഷിച്ച് വനത്തിൽ പ്രവേശിച്ച ശേഷം മഹാത്മാവായ മൈത്രേയ മഹർഷിയോട് ഈ ചോദ്യം ചോദിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ ഇതില് വിതുരന്റെ ചോദ്യങ്ങൾ ഇവിടെ ഡയറക്റ്റ് ശുകദേവ് ഗോസ്വാമി പറയുന്നത് ആയിട്ട് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ശുക ഉവാച്ച പറഞ്ഞിരിക്കുന്നത് അല്ലെ. ശുകദേവ് ഗോസ്വാമി എന്താണോ പറഞ്ഞത് ആ മഹാമുനി, ഇപ്പൊ കഴിഞ്ഞ ഇത് കണക്ഷൻ പറഞ്ഞല്ലോ അല്ലെ, മഹാമുനി ആരാന്ന് ചോദിച്ചപ്പോ അത് സുത ഗോസ്വാമി പറഞ്ഞു മഹാമുനി പറഞ്ഞത് എന്താണോ അത് അതുപോലെ പറഞ്ഞു തരാം. അപ്പൊ അടുത്തത് തുടങ്ങുന്ന എവിടെയാണ്, നമ്മളിപ്പോ ഇന്ന് തന്നെ അത് പറയുന്നതുകൊണ്ട് നമുക്കത് കറക്റ്റ് ആയിട്ട് ഓർക്കുന്നുണ്ടാവും. ശുക ഉവാച്ച, ശുകദേവ് ഗോസ്വാമി അതാണ് മഹാമുനി എന്നവിടെ പറഞ്ഞത്. അപ്പൊ ശുകദേവ് ഗോസ്വാമി എന്താ പറഞ്ഞത്? ഭക്ത ഉത്തമനായ, അവിടെ ശ്രദ്ധിക്കണം, ഭക്തന്മാരിൽ ഉത്തമനാണ് ആര്? വിദുരർ. അത് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് വിദുരർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു യമരാജാവിന്റെ തന്നെ പുനർജന്മമായിട്ട് അദ്ദേഹത്തിന് ശാപം കിട്ടി വന്ന ഒരു ജന്മമാണ്. അപ്പൊ യമരാജാവ് എന്ന് പറഞ്ഞാൽ ഈ യമരാജാവിന്റെ അജാമിള മോക്ഷം വരുമ്പം എനിക്ക് തോന്നുന്നു 6ാമത്തെ സ്കന്ധോ ആണെന്ന് തോന്നുന്നു അജാമിള മോക്ഷം വരുന്നുണ്ട്. അപ്പൊ അജാമിള മോക്ഷത്തില് വരുമ്പോഴ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, യമരാജാവ് അദ്ദേഹത്തിന്റെ കിങ്കരന്മാർക്ക് ഭഗവാന്റെ സുപ്രീമസിയെ കുറിച്ച്, ഭഗവാനാണ് എല്ലാറ്റിനും ഉയർന്ന വ്യക്തി എന്നുള്ളത്, ഭഗവാൻ യഥാർത്ഥ ഭഗവാൻ ആരാണ്, പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാനാണ് എന്നുള്ളത് യമരാജാവ് അദ്ദേഹത്തിന്റെ കിങ്കരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം എന്താ, അജാമിളനെ കൊണ്ടുവരാനായിട്ട് ആര് പോകും? അജാമിളന്റെ മരണസമയം എടുക്കുമ്പോൾ യമരാജാവിന്റെ കിങ്കരന്മാർ അവിടേക്ക് ചെല്ലുമ്പോഴാണ് ഭയന്നിട്ട് അജാമിളൻ നാരായണ എന്ന പുത്രനെ വിളിക്കുന്നതും അപ്പോഴേക്കും വിഷ്ണുദൂതന്മാരെത്തുന്നതും വിഷ്ണുദൂതന്മാർ വന്നു കഴിയുമ്പോൾ അവിടെ ഒരു രണ്ടുപേരും തമ്മിൽ ഒരു വൈരുദ്ധ്യം, ഒരു വഴക്ക് നടക്കുകയും പിന്നീട് കിങ്കരന്മാർ തിരിച്ചു പോയതിനു ശേഷം അവിടെ വിഷ്ണുദൂതന്മാർ വിജയിക്കുകയും അജാമിളൻ ആ മരണത്തിൽ നിന്നും ആ സമയത്ത് രക്ഷപ്പെടുകയും അജാമിളന് വീണ്ടും സമയം അനുവദിക്കുകയും വീണ്ടും 12 വർഷം അദ്ദേഹം ഹരിദ്വാറിൽ പോയിട്ട് അദ്ദേഹം വീണ്ടും ഭഗവത് സേവനം ചെയ്യും. ആ ശൂദ്ര സ്ത്രീയിൽ നിന്നും രക്ഷപ്പെടുത്തി ഭഗവാൻ അല്ലെ. അപ്പൊ അവിടെ നിന്നും രക്ഷപ്പെട്ട് പിന്നീട് ഹരിദ്വാറിൽ പോവുകയും പോയിട്ട് ഭഗവാന് ഭഗവത് സേവനം ചെയ്യുകയും പിന്നീട് ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും അജാമിളൻ. അപ്പൊ അവിടെ യമകിങ്കരന്മാർ വീണ്ടും വന്നിട്ട് യമരാജാവിനോട് ചോദിക്കുകയാണ്, അങ്ങ് മൃത്യു തീരുമാനിച്ചു, പക്ഷേ ആരാ അവിടെ? ഭഗവാൻ അതിനെ തിരുത്തിയല്ലേ. അപ്പൊ യമരാജാവ് നമ്മുടെ അടുത്തേക്ക് വരില്ല എന്നൊക്കെ നമ്മൾ പറയും. ഭാഗവതം വായിച്ചാല് ഭഗവാന് സേവനം ചെയ്താല് യമരാജാവ് വിചാരിക്കുന്ന സമയത്തല്ല, അത് വിഷ്ണുദൂതന്മാർ വിചാരിക്കുന്ന സമയത്തും ഭഗവാൻ വിചാരിക്കുന്ന സമയത്തുമാണ് ഭക്തന്മാർ തിരിച്ചു പോകുന്നത്. അപ്പോ അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമുക്ക് അജാമിള മോക്ഷം എന്ന് പറയുന്നതും. അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും നമ്മളൊരു ഭഗവത് സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഭഗവാനെ മറന്നു നടന്നാൽ പോലും ഭഗവാൻ നമ്മളെ മറക്കില്ല എന്നുള്ളതിന്റെയും ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ്. വെറും ഒരു കുട്ടിയുടെ പേര് വിളിച്ചപ്പോൾ പോലും ഭഗവാൻ ഓടി വന്നു അല്ലെ. ഭഗവാൻ തന്റെ കിങ്കരന്മാരെ വിഷ്ണുദൂതന്മാരെ അയച്ചു. അത് നമുക്ക് 9ാമത്തെ അധ്യായത്തില് ഒരു ശ്ലോകവും അത് പറഞ്ഞു തരുന്നുണ്ട്. 9:31 തോന്നുന്നു. ആ ഒരു ശ്ലോകത്തിലും നമുക്ക് ഭഗവത്ഗീതയിലും പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഇവിടെ അപ്പൊ ശുകദേവ് ഗോസ്വാമി ആ ഒരു യമരാജാവ്, അങ്ങനെ ഭഗവാൻ ആര് എന്ന് വ്യക്തമായിട്ട് അറിയുന്ന ആ യമരാജാവ് യമകിങ്കരന്മാർക്ക് ഭഗവാന്റെ സുപ്രീമസി താനല്ല. അപ്പൊ എല്ലാവരും യമകിങ്കരന്മാർ എന്താ വിചാരിച്ചിരുന്നത്? യമരാജാവാണ് ഇതിലെല്ലാം ഏറ്റവും ഉയർന്ന വ്യക്തി എന്നാണ് വിചാരിച്ചിരുന്നത്. അദ്ദേഹം പറയുന്നത് പോലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ല. ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇതിന്റെ എല്ലാം സ്രോതസ് എന്നുള്ളത് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ ആജ്ഞ അനുസരിച്ചാണ് താൻ പ്രവർത്തിക്കുന്നത് എന്ന് അല്ലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോ ഇനി ഇവിടെ പറയുന്നത് രാജാവ് വിതുരൻ എന്ന് പറയുന്നത് ആരാണ്? രാജവംശത്തിൽപ്പെട്ട ആളാണ് അല്ലെ, രാജാവാണ്. നമ്മൾ നേരത്തെ അത് പറഞ്ഞിരുന്നു അദ്ദേഹം ആരാണെന്നുള്ളത്. അപ്പോ സമ്പദ് സമൃദ്ധമായ സ്വന്തം ഗൃഹം, കൊട്ടാരം ഉപേക്ഷിച്ചാണ് ആര് വരുന്നത്? ദാസിയുടെ പുത്രനാണ്. അപ്പൊ അദ്ദേഹത്തിന് കിട്ടാത്തതാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ദാസിയുടെ പുത്രന് എത്രത്തോളമാണോ കിട്ടുന്നത് അതിനേക്കാൾ ഇവിടെ നിന്ന് അദ്ദേഹത്തിന്
കിട്ടുന്നുണ്ട്. പക്ഷെ ദുര്യോധനനും കൗരവരും അത്രത്തോളം അദ്ദേഹത്തിന് കൊടുക്കുന്നില്ലെങ്കിൽ പോലും പാണ്ഡവരെല്ലാവരും തന്നെ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യും. മറ്റുള്ളവരൊക്കെയും അദ്ദേഹത്തെ ബഹുമാനത്തോടു കൂടിയും നീതിമാനായിട്ടും തന്നെയാണ് കണ്ടത്. വിതുരർ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഭക്തനാണ്. വിതുര പത്നി പഴം കളഞ്ഞിട്ട് തൊലി ഭഗവാന് കൊടുത്ത കഥയൊക്കെ കേട്ടിട്ടുണ്ടാവും, വിതുരാണി എന്നുള്ളത്. അപ്പോ അങ്ങനെ വിതുരർ നല്ല ഭക്തനാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ആ ഗൃഹം ഉപേക്ഷിച്ച് വനത്തിൽ പ്രവേശിച്ച ശേഷം അദ്ദേഹം മൈത്രേയ മഹർഷിയോട് ഈ ചോദ്യം ചോദിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷെ മൈത്രേയ മുനിയെ കാണുന്നതിന് മുന്നേ അദ്ദേഹം ഉദ്ധവനെ കണ്ടു. അതാണ് ഇനി വരത്തേ ഉള്ളൂ, ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഇനി വരത്തേ ഉള്ളൂ. അപ്പൊ ശുകദേവ് ഗോസ്വാമി ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഭഗവത് കൃപയാൽ ഏകാദശി ദിവസം തന്നെ ഈ ഒരു 3ാമത്തെ ക്യാൻറ്റീൻ തുടങ്ങി വെക്കാൻ കഴിഞ്ഞു. എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ കുറെ പോകുമ്പോഴത്തേക്ക് ഇനിയും കൺഫ്യൂസ്ഡ് ആയിട്ട് ഇതൊക്കെ എന്താണ് എവിടെയാണ് എന്നൊക്കെ ഉള്ളത് ആകെ ചോദ്യ രൂപത്തിൽ മനസ്സിൽ നിൽക്കും, ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരിക്കും. ഇനി വരുന്ന ദിവസങ്ങൾക്ക് നമുക്ക് വിതുരരും മൈത്രേയരും ഉദ്ധവനും ഒക്കെ ആയിട്ട് നമുക്ക് സംവദിക്കാം. ഹരേ കൃഷ്ണ. ഭഗവാന്റെ അനുഗ്രഹം ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഹരേ കൃഷ്ണ.